PV അൻവറിനെ തവനൂർ ജയിലിലേക്ക് അയച്ചതിൽ ആശങ്കയെന്ന് DMK കോർഡിനേറ്റർ ഹംസ പറക്കാട്ട്. TP കേസ് പ്രതികൾ കിടക്കുന്ന ജയിലിൽ അൻവറിനെ അപായപ്പെടുത്തുമോ എന്ന ആശങ്കയുണ്ട്. ആശങ്ക കോടതിയെ അറിയിക്കുമെന്നും ഹംസ പറക്കാട്ട് പറഞ്ഞു. ഇന്നലെ അദ്ദേഹത്തെ രാത്രി നമ്മളെല്ലാം പ്രതീക്ഷിച്ചു, നമ്മുടെ പ്രവർത്തകരെല്ലാം മഞ്ചേരി ജയിലിന്റെ പുറത്തും കൂടിയിരുന്നു. പ്രതീക്ഷിച്ചപ്പോഴാണ് ഇവിടുന്ന് 2.5 മണിക്കൂർ യാത്ര ചെയ്യണം തവന്നൂർക്ക്. ആ തവന്നൂർ ജയിലിലേക്ക് അതിൽ ഞങ്ങൾക്ക് വളരെ നിഗൂഢത ഈ കാര്യത്തിലുണ്ട് എന്ന് ഞങ്ങൾക്ക് വളരെ ഏറെ ആശങ്കയുണ്ട്. കാരണം PP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട പ്രതികളെ ഇപ്പോൾ അടച്ചിരിക്കുന്നത് തവന്നൂർ ജയിലിലാണ്. കാരണം കൊടിസൂനിയൊക്കെ പരോള് കിട്ടി കഴിഞ്ഞ ദിവസം പോയത് അവിടെ നിന്നാണ്. അപ്പൊ അദ്ദേഹത്തെ ഈ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ജയിലറയിൽ വെച്ച് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് വളരെ ആശങ്കയുണ്ട്. അത് ഞങ്ങൾ ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്തും. തീർച്ചയായിട്ടും ജീവൻ ആശങ്കയുണ്ട്. കാരണം അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ ഇല്ലായ്മ ചെയ്യുന്നാലാണല്ലോ ഇവരുടെ ആരാണ് ഗവൺമെന്റിനെതിരെ ഇത്ര പരസ്യമായി ഗവൺമെന്റ് ചെയ്യുന്ന ഈ പിണറായി സത്തിനെതിരെ പരസ്യമായി പ്രതികരിച്ച് അദ്ദേഹം 8 വർഷക്കാലം ഈ LDFന്റെ ഭാഗമായി നിന്ന് അദ്ദേഹം പറയുന്ന വേദികളിൽ ആദ്യം പാർട്ടിക്കകത്ത് പറഞ്ഞു, നേരിട്ട് മന്ത്രിമാരോട് പറഞ്ഞു, മുഖ്യമന്ത്രിയോട് പറഞ്ഞു. നടക്കാതെ വന്നപ്പോഴാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളോട് അദ്ദേഹത്തിനുള്ള ബാധ്യത കൊണ്ട് അദ്ദേഹം പുറത്തു പറഞ്ഞത് ഈ കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ഒരു പ്രതികാരം അദ്ദേഹത്തോട് ചെയ്യുമെന്നുള്ളതിന് തെളിവാണ് ഇന്നലെ രാത്രി അൻവറിന്റെ ഒതായിലെ വീട്ടിൽ നിന്ന് മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. അസ്ലം, ഈ കേസ് പരിശോധിച്ചാൽ 1-ാം പ്രതിയാണ് MLA. കൃത്യനിർവഹണം, തടയൽ, അതുപോലെ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ നൽകുമ്പോൾ എങ്ങനെയാണ്? ഉടൻ തന്നെ ജാമ്യം ലഭിക്കുമോ? അതിന്റെ നിയമവശങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ അറസ്റ്റിലായ PV അൻവറിന്റെ ജാമ്യാപേക്ഷ നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിക്കുന്നത്. ഈ വകുപ്പ് ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. അതായത് PDPP ആക്ട്, പൊതുമുതൽ നശിപ്പിക്കുന്ന PDPP ആക്ടിന്റെ 3(1) വകുപ്പ്, അതോടൊപ്പം തന്നെ ഗൂഢാലോചന ഉൾപ്പെടെ പോലീസുകാരെ പരിക്കേൽപ്പിച്ച ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ BNSന്റെ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം എത്രത്തോളം കിട്ടുമെന്നുള്ള കാര്യം ഒന്നാമത്തെ സംശയമാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിനെതിരെ നേരത്തെ തന്നെ മറ്റു ചില കേസുകളുണ്ട്. പോലീസിന്റെ രഹസ്യവിവരം ചോർത്തി, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റം ചുറ്റി തുടങ്ങിയ കേസുകൾ നേരത്തെ തന്നെ നിലവിലുണ്ട്. അതൊക്കെ പോലീസ് ഈ ഒരു ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് കോടതിയിൽ പ്രോസിക്യൂഷൻ ഭാഗം മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും PV അൻവർ ജാമ്യം തടയുക എന്നതായിരിക്കും പ്രോസിക്യൂഷന്റെ നിലപാട്. പരമാവധി ജനകീയ പ്രശ്നങ്ങളുടെ പേരിലാണ് ഇപ്പോൾ അത് അറസ്റ്റായത്. മാത്രമല്ല, അദ്ദേഹം ആ സമയത്ത് സംഭവ സ്ഥലത്ത് ആക്രമണം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നീ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജാമ്യം വേണ്ടാൻ പിന്നെ PV അൻവറിന്റെ അഭിഭാഷകൻ ലഭിക്കും. എന്തായാലും PV അൻവറിന്റെ ജാമ്യം ലഭിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, തവനൂർ ജയിലിലേക്ക് PV അൻവറെ മാറ്റിയതിൽ DMK പ്രവർത്തകർക്ക് ഒരു ആശങ്ക ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കാരണം TP കേസിലെ പ്രതികൾ കിടക്കുന്ന ഒരു ജയിലാണ്. അതുകൊണ്ട് തന്നെ PV അൻവറിനെ അപായപ്പെടുത്തുമോ എന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട് എന്ന കാര്യം DMK പ്രവർത്തകർ പറയുന്നു. അക്കാര്യം കോടതിയിൽ അറിയിക്കുമെന്നുകൂടി പറയുന്നുണ്ട്. ഒരുപക്ഷെ ജയിലിൽ തന്നെ തുടരുകയാണെങ്കിൽ ജയിൽ മാറ്റത്തെക്കുറിച്ചുള്ള ആവശ്യവും പക്ഷേ കോടതിയിൽ അവർ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മറ്റൊന്ന് പ്രതിഷേധങ്ങളാണ്. പ്രതിഷേധങ്ങളുടെ കാര്യത്തിൽ DMK ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. നേരത്തെ ഒരു സ്റ്റേറ്റ് കോർഡിനേറ്റർ പറഞ്ഞത് വൈകിട്ട് 5 മണിക്ക് നിലമ്പൂരിൽ പ്രതിഷേധം നടത്തുമെന്നായിരുന്നു. അതേസമയം അത് PV അൻവറുമായി കൂടിയാലോചന ശേഷമായി പ്രതിഷേധം മതി എന്നൊരു നിലപാടിലേക്ക് ഇപ്പോൾ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം പ്രതിഷേധങ്ങളിൽ ആരെങ്കിലും നുഴഞ്ഞു കയറി വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അത് PV അൻവർ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് തന്നെ തടസ്സമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്രതിഷേധങ്ങൾക്ക് ഒരുപക്ഷെ ഒരു അനിഷ്ട സംഭവം ഉണ്ടാക്കാനിടയുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു പൊതുധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് UDF നേതാക്കളുടെ പ്രതികരണമാണ്. 10 മണിക്ക് 9:00 PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. 10 മണിയോട് KM ഷാജി കാണുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണവും വൈകാതെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനോടുകൂടി UDF ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു നിലപാട് ഇന്നലെ തന്നെ രാത്രി തന്നെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികരിച്ചിട്ടുള്ള വസ്തുതയാണ്. അതേസമയം ഔദ്യോഗികമായ പ്രതികരണം വരുന്നതോടുകൂടി UDF ഈ അറസ്റ്റിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു പ്രധാന സംഭവമായി വരും. അതനുസരിച്ചായിരിക്കും ഈ രാഷ്ട്രീയത്തിന്റെ ഈ രാഷ്ട്രീയ ചലനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും PV അൻവറിന്റെ അറസ്റ്റോടുകൂടി വലിയ ചർച്ചകൾ ഉയർന്നിട്ടുണ്ട്. പിന്നെ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ എതിരായ പ്രതിഷേധം ഒരു വശത്ത്, അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെ രാഷ്ട്രീയമായി നീങ്ങുന്നവർക്കെതിരെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി സർക്കാർ നീങ്ങുന്ന ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ PV ഉയർത്തിയ മറ്റു വിഷയങ്ങളൊക്കെ തന്നെയും ചർച്ചയാവുന്നുണ്ട്. എന്തായാലും ഇന്ന് നിർണായകമായ നീക്കങ്ങൾ നടക്കും. ജാമ്യാപേക്ഷ ലഭിക്കുമെന്നുള്ള ഒന്നാമത്തെ കാര്യം. UDF നേതാക്കൾ എന്ത് തരത്തിലുള്ള സമീപനങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അതോടൊപ്പം DMKയുടെ ഭാഗത്തുള്ള മറ്റു നീക്കങ്ങളും അറിയേണ്ടതുണ്ട്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തതകളും കൂടുതൽ വിശദീകരണങ്ങളും നിലപാടുകളും വ്യക്തമാക്കലും ഉണ്ടാവുകയും ചെയ്യും. ദിവ്യ.